ഇന്നലെ എടുത്തൊരു വീഡിയോ ആയിരുന്നു. ഇന്നലെ സംക്രമമായിരുന്നു. അപ്പോൾ കരുതി രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകാമെന്ന്. അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോകാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ണിയുണ്ട്, പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കാറ് തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കാറ് റിവേഴ്സ് ചെയ്ത് എടുക്കാമെന്ന് പറയുന്നത് കുറച്ചൊരു ടാസ്ക്കാണ്, കാരണം ചെറിയൊരു മുറ്റാണ് കേട്ടോ. എങ്ങനെ അവിടുന്ന് കാറൊക്കെ തിരിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ടെത്തി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ശ്രീ കന്യാറ്റിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഞങ്ങളുടെ നാടിൻ്റെ ആത്മാവാണ് ഈ ഒരു അമ്പലം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ മടിത്തട്ടിൽ പ്രകൃതിയെ പോലെ അത്രയും ചൈതന്യമുള്ള ഒരു ദേവീക്ഷേത്രം. അതാണ് ഞങ്ങളുടെ കന്യാറ്റിക്കാവ് ഭഗവതി ക്ഷേത്രം. ഉണ്ണിയാണ് കുറുക്ക് വഴിയിലൂടെയൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് എത്തുമ്പോഴത്തേനും പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഒന്ന് ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. സാധാരണ അമ്പലത്തിൽ പോകുമ്പോൾ വല്ലാത്തൊരു ഫ്രഷ്നെസ്സാണ് നമുക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞു. എൻ്റെ രാജകുമാരി ആണെങ്കിൽ ഇന്ന് ടിയാരൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അവളത് വെച്ചില്ലെങ്കിലും അവൾ ഞങ്ങളുടെ രാജകുമാരി തന്നെയാണ്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൂജയൊക്കെ കഴിഞ്ഞ് അന്നപൂർണേശ്വരി ഹാളിലോട്ട് വന്നു. അപ്പോൾ എൻ്റെ കൂടെ നിന്നുള്ള ആൾക്കാരൊക്കെ അത് കാണിക്കാമെന്ന് കരുതി. ഉണ്ണീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മിക്ക വീഡിയോയിലും ഉണ്ണി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഉണ്ണിയുടെ ശരിക്കും പേര് എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. അവളുടെ ശരിക്കും പേര് അന്നപൂർണ എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് സംക്രമത്തിന് വന്നിട്ടുള്ളത്. അങ്ങനെ മനം നിറഞ്ഞ ദേവിയെ തൊഴുതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ അമ്പലത്തിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലേ, അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. മനസ്സും വയറും ഒക്കെ നിറയും. അങ്ങനെ ഞാൻ അമ്പലത്തിൽ നിന്ന് അന്നപ്രസാദം കഴിച്ചു. അന്നേരം നമ്മൾ പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിനെ തണുപ്പിക്കാൻ ഇതിനേക്കാളും ബെസ്റ്റ് സ്ഥലം നമുക്ക് വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ദേവിയെ ഒന്നും കൂടി തൊഴുത് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. എല്ലാ സംക്രമത്തിനും ഇവിടെ പൂജ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇനി കുറച്ച് മുകളിലാണ് നമ്മൾ കാർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ നടക്കുകയാണ്. ഇവർ രണ്ടുപേരും മെല്ലെ മെല്ലെ നടന്നുകൊണ്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഉണ്ണി മുന്നിൽ പാഞ്ഞു. അവൾ ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് നല്ല എനർജി ഉണ്ടാവും. അപ്പോൾ പിന്നെ അതേ ചെരുപ്പൊക്കെ കയ്യിലെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ അടുക്കത്തുനിന്ന് വരഞ്ഞൂരേക്ക് വരുന്നൊരു റോഡാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പൊക്കെ എടുത്തിട്ടാണ് ആൾ ഓടി ഓടി പോകുന്നത്, ഒരു പൂമ്പാറ്റയെ പോലെ. എന്നോട് പറയാണ് അമ്മ എന്നെ ഷൂട്ട് ചെയ്യുന്നുള്ളത്. അങ്ങനെ അവളുടെ വീഡിയോസ് എടുക്കാൻ അവൾ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അവൾക്ക് എന്നെ തോന്നുന്നില്ല. ഇന്ന് ടിയാര വെച്ചതുകൊണ്ട് ഒരു പ്രത്യേക ഒരു മൂഡിലാണ് ഉണ്ണിയുള്ളത്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലോട്ട് അധികം ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവർ നമ്മൾ പോകുന്ന വഴിക്ക് എപ്പോഴും പോകുന്ന റൂട്ടിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. അവിടെ ഒരു ലോറി ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേറൊരു റൂട്ടിലൂടെ പോയി. അപ്പോൾ പോകുന്നതിനിടയിൽ ഞാൻ ഒരാളെ കണ്ടു കേട്ടോ, പ്രേമിലേട്ടിനെ കണ്ടു. പ്രേമിലേട്ടി ആണെങ്കിൽ എന്നെ കണ്ടപാട് എനിക്ക് സ്വർണ്ണച്ചമ്പകത്തിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു കേട്ടോ, അതെനിക്ക് കൊണ്ടുതരികയാണ്. അങ്ങനെ സ്നേഹത്തോടെ പ്രേമിലേട്ടിയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണച്ചമ്പകത്തിൻ്റെ വിത്ത് വാങ്ങി വീട്ടിലോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീഡിയ സൈനിങ് ഓഫ്.